72 വിദ്യാഭ്യാസ സമരം അദ്ദേഹം KPC പ്രസിഡൻ്റാകുന്ന സമയത്ത് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. അതിനുശേഷം ഒരിക്കലും അതുപോലൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല. 72 വിദ്യാഭ്യാസ സമരം എന്ന് പറഞ്ഞാൽ അന്ന് വരെ കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് കുട്ടികൾക്ക് പ്രൈവറ്റ് കോളേജുകളിൽ ഗവൺമെൻറ് കോളേജുകൾക്കാൾ വളരെ കൂടുതൽ ഫീസ് കൊടുക്കണമായിരുന്നു. ഗവൺമെൻറ് കോളേജുകളിൽ കുറച്ച് ഫീസ് മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് കുറഞ്ഞ ഫീസിൽ അവർക്ക് അഡ്മിഷൻ, അവർക്ക് ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫീസുകൾ ഏകീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം നടന്നത്. ഗവൺമെൻറ് കോളേജുകളിലെയും പ്രൈവറ്റ് കോളേജുകളിലെയും ഫീസുകൾ ഒരേപോലെ ആയിരിക്കണം രണ്ടിടത്തും പഠിക്കുന്നത്. കാരണം അത് എയ്ഡഡ് കോളേജുകളാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അതോടൊപ്പം അന്നത്തെ അധ്യാപകരുടെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അധ്യാപകർക്ക് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം, മാനേജ്മെൻറ്റ് വഴിയല്ല എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ അധ്യാപക സംഘടന, ചാണ്ടി സാറാണ് അതിൻ്റെ പ്രസിഡന്റ്, KM ചാണ്ടി സാറ്. അപ്പോൾ അവർക്കൊക്കെ അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്ന് അദ്ദേഹം AKPCTയുടെ പ്രസിഡന്റാണ്. AKPCT ആണുള്ളത്, പിന്നീടാണ് PCTA ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപക സംഘടനകളും അവർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റിൻ്റെ ആവശ്യം ഉന്നയിച്ചു. അതുപോലെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ അന്നത്തെ പ്രധാനപ്പെട്ട ഡിമാൻഡായിരുന്നു. കാരണം മാനേജ്മെൻറ്റിന് ഇഷ്ടമുള്ളവർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്കൊന്നും അഡ്മിഷൻ കിട്ടത്തില്ല, മാനേജ്മെൻറ്റിന് ഇഷ്ടമില്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഡയറക്റ്റ് ഈ പറയുന്ന പോലെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ വേണം എന്നുള്ള ഒരു വലിയ ഡിമാൻഡ് അന്ന് KSU മുന്നോട്ട് വെക്കുക. AK ആന്റണിയുടെ ആശീർവാദമാണ് അതിൻ്റെ എല്ലാം പിന്നിൽ. ആ ഒരു ഡിമാൻഡ്, അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് 72 വിദ്യാഭ്യാസ സമരം നടക്കുന്നത്. ഞാൻ ഓർക്കുന്നു, അന്ന് ജൂൺ മാസം 1-ാം തീയതിയാണ് എല്ലാ കൊല്ലവും സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുന്നത്. അന്ന് KSU സമരം ഡിക്ലെയർ ചെയ്ത് രണ്ട് പ്രധാന പോയിന്റുകൾ. ഒന്ന്, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ. 2, ഫീസിൻ്റെ ഏകീകരണം. ഈ രണ്ട് കാര്യങ്ങൾ KSU മുന്നോട്ട് വെച്ചു. അന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് KSU പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അതനുസരിച്ച് കോളേജ് തുറക്കുന്നതിന് മുമ്പ് KSUവിൻ്റെ ചാർട്ടർ ഓഫ് ഡിമാൻഡ് അത് അംഗീകരിക്കുകയും അത് ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്തു. അത് അനുവദിച്ച് കിട്ടുന്നതിന് ആരംഭിച്ച ഒരു സമരം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസക്കാലം കേരളത്തിലെ മുഴുവൻ കോളേജുകളും അടഞ്ഞു കിടന്നു. സ്കൂളുകളൊക്കെ നിരന്തരം സമരമായിരുന്നു. സ്കൂളുകളിലും ക്ലാസ്സുകൾ നടന്നിട്ടില്ല. അങ്ങനെ അന്ന് KSU നടത്തിയ ഒരു സമരമെന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെൻറ്റിനെതിരെ, അതുപോലെ SN ട്രസ്റ്റിനെതിരെ, MESനെതിരെ, NSS മാനേജ്മെൻറ്റിനെതിരെ ഒക്കെ അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഇതെല്ലാം ഓരോ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സമുദായ സംഘടനകളാണ്. അപ്പോൾ അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അന്ന് KSU സമരം നടത്തുന്നത്. അവരെല്ലാവരും ഒന്നിച്ചു ഈ കാര്യത്തിൽ KSUവിനെ എതിർക്കാൻ. എന്നിട്ടും കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ഏതാണ്ട് ഒരു 70% അന്ന് KSUവിനൊപ്പം നിന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം സ്വാധീനമെന്ന് ശ്രീ AK ആൻ്റണിയെ പോലെയുള്ള ആളുകൾ പുതിയ തലമുറയിലേക്ക് ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആ വിദ്യാഭ്യാസ സമരം എന്ന് വെച്ചാൽ പിൽക്കാലത്ത് ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പല വാദപ്രതിവാദങ്ങളൊക്കെ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാലും അന്ന് ഈ സമരം കൊണ്ട് സംഭവിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ പൂർണ്ണമായും തടഞ്ഞു നിർത്താനും കോൺഗ്രസിന് അനുകൂലമായി ഒരു പുതിയ തലമുറയുടെ, ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു പുതിയ തലമുറയുടെ, സെക്യുലറായ ഒരു പുതിയ തലമുറയുടെ ഒരു വലിയ മുന്നേറ്റമാണ്, ഒരു അനുകൂലമായ ഒരു നിലപാടാണ് അന്ന് ഇതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് ശ്രീ AK ആൻ്റണിയുടെ വലിയ ഒരു നേതൃത്വത്തിൻ്റെ പേരിലായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് മാനേജ്മെൻറ്റൊക്കെ ശ്രീ AK ആൻ്റണിക്കെതിരായി എത്രയോ ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളൊക്കെ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു മതവിശ്വാസത്തിൽ നിൽക്കുന്ന ആളല്ല. അദ്ദേഹം എല്ലാത്തിനോടും ചോദ്യം ചെയ്യും, ആർക്കും എതിരെയൊന്നും സംസാരിക്കില്ല. പക്ഷേ അവരുടെ നിലപാടുകൾക്കെതിരെ അദ്ദേഹം അതിശക്തമായിട്ട്, അവരുടെയൊക്കെ നയങ്ങൾക്കെതിരെ ഒക്കെ അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിക്കുമായിരുന്നു. നിലപാടുകളാണ് ആൻ്റണിയെ വലിയ ആളാക്കിയത്. നിലപാടുകൾ തന്നെയാണ് എപ്പോഴും രാഷ്ട്രീയത്തിൽ നമ്മൾക്ക് പഠിച്ചിരിക്കേണ്ട ഒരു പാഠം അതാണ്.
നിലപാടുകൾ ഉണ്ടാകണം. പിൽക്കാലത്ത് ഞാൻ ഓർക്കുന്നു, അദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന 75-ൽ, അന്ന് ആൻ്റണി KPCCയുടെ പ്രസിഡൻ്റാണ്. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് കാലഘട്ടത്തിൽ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും വന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം. ആ കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കേരള സമൂഹത്തിൽ അധികം ഉണ്ടാകാതെ വന്നത് അന്ന് ആൻ്റണി KPCC പ്രസിഡൻ്റായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ്. അന്ന് ഭരണം UDF-നായിരുന്നു. അച്യുതമേനോൻ മുഖ്യമന്ത്രിയും ശ്രീ K കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. പക്ഷേ അതിൻ്റെ ദോഷഫലങ്ങൾ കേരള സമൂഹത്തിൽ പ്രതിഫലിക്കാതിരുന്നത് ശ്രീ ആൻ്റണിയുടെ ഒരു നിലപാട് കൊണ്ട് തന്നെയായിരുന്നു. അദ്ദേഹം അന്ന് കേരളത്തിലെ KPCCയുടെ പ്രസിഡൻ്റാണ്. ഒരിക്കലും ഒരു പരിധി വിട്ട് അത് ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു ഒരു ചെക്ക് പോയിൻ്റായിട്ട് അദ്ദേഹം നിന്നിട്ടുണ്ട് എന്നൊരു സംശയമില്ല. അതിൻ്റെ ബാക്കിയായിട്ടാണ് അടിയന്തരാവസ്ഥയിലാണ് നമ്മുടെ ഗോഹത്തിയിലെ AICCയുടെ സമ്മേളനം നടക്കുന്നത്. അന്ന് ആ ഗോഹത്തി സമ്മേളനത്തിൽ ശ്രീ AK ആൻ്റണിയാണ് അന്ന് സർവശക്തയായി ഇന്ദിരാഗാന്ധി നിൽക്കുന്ന കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി അടിയന്തരാവസ്ഥ പിൻവലിക്കണം, ഇത് ശരിയല്ല എന്നുള്ള ഒരു നിലപാട് ഓപ്പണായിട്ട് പ്രഖ്യാപിച്ചത് ശ്രീ ആൻ്റണിയാണ്. അത് ആൻ്റണിയൊക്കെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടതാണ്. കാരണം അന്നൊന്നും ആരും അങ്ങനെ എതിരായി പറയാത്ത ഒരു കാലത്ത് അദ്ദേഹം ഓപ്പണായി ആ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്.